40% ഡിസ്കൗണ്ട് ലഭിക്കുന്നതും മികച്ച ബിസിനസ് മോഡൽ ഉള്ളതും ഫണ്ടമെൻ്റലി സ്ട്രോങ്ങും ഡെപ്റ്റ് ഫ്രീയും അതേസമയം സ്ട്രോങ് റിക്കവറി വരാൻ സാധ്യതയുള്ളതുമായ 2 ക്വാളിറ്റി സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി ലിമിറ്റഡ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 2% ഇടിഞ്ഞ് 1431 ക്ലോസിംഗ് നൽകി. ഗ്രീൻ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ ബഡ്ജറ്റ് പോയിന്റ് ഓഫ് വ്യൂവും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഈ ബഡ്ജറ്റിൽ റിന്യൂവബിൾ എനർജി, ഗ്രീൻ കെമിസ്ട്രി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റം പ്രതീക്ഷിക്കാം. 15,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 62.33. 52 വീക്ക് ഹൈ 1622, 52 വീക്കിലോ 1243. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 4% റിട്ടേൺ നൽകി. ഇയർ ടിൽ ഡേറ്റിൽ 10% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. അതേസമയം ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ കറക്ഷൻ ഏകദേശം കംപ്ലീറ്റ് ആയി സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാൻ തയ്യാറെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ബോട്ടം ഫിഷിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഇപ്പോൾ ക്ലീൻ സയൻസ് എന്ന സ്റ്റോക്ക് അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. ക്ലീൻ സയൻസ് എന്ന കമ്പനി ക്രിട്ടിക്കൽ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. കൂടാതെ FMCG, ഫാർമസ്യൂട്ടിക്കൽ ഇൻ്റർമീഡിയറ്റ്സ് എന്നിവയും കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നു. 15,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 62.4, ROE 22%, ROCE 29.5%. കമ്പനി ആൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആണ്. മികച്ച ROE മെയിൻറ്റെയിൻ ചെയ്യുന്നു. 29% മുകളിൽ കമ്പനി ROE മെയിൻറ്റെയിൻ ചെയ്യുന്നു. സ്റ്റോക്കിൻ്റെ വിലയിൽ മാത്രമല്ല ഡിസ്കൗണ്ട്, വാല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിലും 2022 140 വാല്യൂഷൻ ലഭിച്ച സ്റ്റോക്ക് ഇപ്പോൾ 60 ലഭിക്കുന്നത്. അതായത് വാല്യൂ ബൈയിങ് പോയിന്റ് ഓഫ് വ്യൂവും ക്ലീൻ സയൻസ് എന്ന സ്റ്റോക്ക് അട്രാക്റ്റീവായിട്ടുള്ള ലെവലിൽ ലഭിക്കുന്നു. ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ കെമിക്കൽ കമ്പനികളുടെ പെർഫോമൻസിൽ ഒരു റിക്കവറി പ്രകടമായിട്ടുണ്ട്. ക്ലീൻ സയൻസിൻ്റെ പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ 63 കോടിയിൽ നിന്നും 70 കോടിയിലേക്ക് ഉയർന്നതും ഓപ്പറേറ്റിംഗ് മാർജിൻ 1% ഇംപ്രൂവ് ആയതും വരും ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനി ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഇൻഡിക്കേഷൻ നൽകുന്നു. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 16%, പ്രോഫിറ്റ് ഗ്രോത്ത് 7%, ROE 29%. പ്രൊമോട്ടേഴ്സിന് 74.9% സ്റ്റേക്ക് ഹോൾഡിംഗ്, FISന് 5.8%, DISന് 5%, പബ്ലിക്കിന് 14%. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ 85% സ്റ്റേക്കുകളും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലാണ്. അതോടൊപ്പം തന്നെ ഈ കമ്പനിക്ക് മുകളിൽ 1193 കോടി രൂപയുടെ റിസർവ് ഉണ്ട്. കടബാധ്യത തീരെയില്ല. നെറ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. ഒരു സമയത്ത് 2,780 രൂപയ്ക്ക് അടുത്ത് വരെ വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ 1,431 രൂപയ്ക്ക് അടുത്ത് ലഭിക്കുന്നു. 1,250 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് ബോട്ടം സപ്പോർട്ടാണ്. കഴിഞ്ഞ 2 വർഷമായി സ്റ്റോക്ക് ഇതേ റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. 1,575 എന്നത് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. 1,575 എന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് മറികടന്നാൽ സ്റ്റോക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയ 1,750 ഉയരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത് ഫൈൻ ഓർഗാനിക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇന്ന് ഫൈൻ ഓർഗാനിക്സ് 1.7% ഉയർന്ന് 4,872 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 15,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 36.27, ഡിവിഡൻഡ് ഈൽഡ് 0.18%, 52 വീക്ക് ഹൈ 5,164. ഫൈൻ ഓർഗാനിക്സ് എന്ന കമ്പനി ഫുഡ്, പ്ലാസ്റ്റിക്, കോസ്മെറ്റിക്, കോട്ടിങ്സ് എന്നിവയ്ക്ക് ആവശ്യമായ ഓലിയോ കെമിക്കൽ ബേസ്ഡ് അഡിറ്റീവ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. വളരെയധികം യുണീക്ക് ആയിട്ടുള്ള ബിസിനസ് മോഡലുള്ള കെമിക്കൽ സെക്ടറിലെ ഒരു കമ്പനിയാണ്. 15,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 40.6, ROE 21%, ROCE 29%. സെയിൽസ് 426 കോടിയിൽ നിന്നും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 522 കോടിയിലേക്ക് ഉയർത്താനും 22% നിന്നും ഓപ്പറേറ്റിംഗ് മാർജിൻ 25% മെച്ചപ്പെടുത്താനും 70 കോടിയിൽ നിന്നും 104 കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർത്താനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 20%, പ്രോഫിറ്റ് ഗ്രോത്ത് 47%, ROE 32%. 1,846 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ കടബാധ്യത തീരെയില്ല. പ്രൊമോട്ടേഴ്സിന് 75% സ്റ്റേക്ക് ഹോൾഡിംഗ്, FIS അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 3.5 നിന്നും 4.47 ഉയർത്തി. DISന് 10.76% സ്റ്റേക്ക് ഹോൾഡിംഗ്. 4,870 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 6,000 അടുത്തൊരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 7,000 എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് റിക്കവർ ആവുകയാണെങ്കിൽ ബോട്ടം ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഡീസൻറ്റ് റിട്ടേൺ ആയിരിക്കും ലഭിക്കുക. ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവാണ്. 4,200 രൂപയുടെ മേജർ സപ്പോർട്ടും 4,000 സൈക്കോളജിക്കൽ സപ്പോർട്ടും ഫൈൻ ഓർഗാനിക്സ് എന്ന കമ്പനിക്കുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്